ഒരാളുടെ കൈ അദൃശ്യമാകുന്നത് ശ്രദ്ധിച്ച ആൺകുട്ടി അത് തന്റെ തോന്നലാണെന്ന് കരുതിയെങ്കിലും അയാൾ കാറിൽ നിന്നിറങ്ങിയപ്പോൾ തലയും കാണാതായതോടെ സത്യമറിയാൻ പിന്നാലെ പോയി. പെട്ടെന്നുണ്ടായ ഒരു വാഹനാപകടത്തിൽ ആ മനുഷ്യൻ തെറിച്ചു വീണപ്പോഴാണ് മറ്റുള്ളവരുടെ മരണം മുൻകൂട്ടി കാണാനുള്ള തന്റെ കഴിവ് അവൻ തിരിച്ചറിഞ്ഞത്. പിറ്റേന്ന് ഫോൺ നന്നാക്കാൻ കടയിൽ പോയ അവൻ അവിടെയുള്ള പെൺകുട്ടിയുടെ കൈ സുതാര്യമാകുന്നത് കണ്ട് ഭയന്നോടിയെങ്കിലും അവളെ രക്ഷിക്കാനായി തിരികെ വന്ന് ഡേറ്റിന് ക്ഷണിച്ചു. അവളുടെ കഴുത്തും അപ്രത്യക്ഷമായി തുടങ്ങിയതിനാൽ വേഗം തന്നെ അവർ കാപ്പി കുടിക്കാൻ ഒത്തുചേരാൻ തീരുമാനിച്ചു. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പെൺകുട്ടി വന്നപ്പോൾ അവളുടെ കൈ പഴയപടിയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടത് അവനൊപ്പമുള്ള ഡേറ്റ് കാരണമാണെന്ന് പിന്നീട് അവൾ പറഞ്ഞു. താമസിയാതെ അവർ കൂടുതൽ അടുത്തു. എന്നാൽ തന്റെ ബോസിന്റെ കൈ അദൃശ്യമാകുന്നത് കണ്ട് അപകടം മണത്ത അവൻ ബോസിനെ അത്താഴത്തിന് ക്ഷണിച്ചു. ബോസിന്റെ തല അപ്രത്യക്ഷമായ നിമിഷം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു ജീവനക്കാരൻ ആക്രമിക്കാനെത്തിയെങ്കിലും ബോസിനെ രക്ഷിക്കാൻ ആ അടി അവൻ ഏറ്റുവാങ്ങി. ബോസ് രക്ഷപ്പെട്ടെങ്കിലും നെഞ്ചുവേദനയോടെ ബോധരഹിതനായ അവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് മറ്റൊരു പെൺകുട്ടിയുടെ കൈ അദൃശ്യമാകുന്നത് കണ്ട് സഹായിക്കാൻ തുനിഞ്ഞ അവനെ തടഞ്ഞ ഡോക്ടർ തനിക്കും ഇതേ കഴിവുണ്ടെന്ന് വെളിപ്പെടുത്തുകയും മറ്റുള്ളവരുടെ വിധി മാറ്റാൻ ശ്രമിച്ചാൽ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ അടുത്ത ദിവസം സബ്വേ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാവരും സുതാര്യമായി മാറിയത് കണ്ട് അവൻ നടുങ്ങിപ്പോയി.